നമസ്കാരം. പുതിയ GST പ്രാബല്യത്തിൽ വന്നത് 2025 സെപ്റ്റംബർ 22-നാണെങ്കിലും ഏറ്റവും കൂടുതൽ അത് ഇഫക്റ്റ് ചെയ്തത് ഒക്ടോബർ മാസത്തിലാണ്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഒക്ടോബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റ കാർ ബ്രാൻഡുകളെ 1 മുതൽ 10 വരെ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു റാങ്കിങ് നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 10ാമത്തെ സ്ഥാനത്ത് വന്ന വാഹന നിർമ്മാണ കമ്പനി റെനോ ഇന്ത്യയാണ്. റെനോ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2026 ജനുവരി 26-ന് റെനോയുടെ ഡസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു വാഹനത്തെ നമ്മൾ കാത്തിരിക്കുന്നത്. ട്രൈബറിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല കൈഗറിൻ്റെ അപ്ഡേഷനും തീർച്ചയായിട്ടും അവർക്ക് ഗുണകരമായി. 2025 ഒക്ടോബർ മാസത്തിൽ 5041 യൂണിറ്റുകളാണ് മൊത്തത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയർ ഓൺ ഇയർ ഓരോ വർഷവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, അതായത് മുന്നത്തെ വർഷത്തെ വെച്ച് ഈ വർഷം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 12.6% ഒരു വളർച്ച അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. റെനോ പോലുള്ളൊരു ബ്രാൻഡിന് ഇത്തരത്തിലുള്ളൊരു വളർച്ച തീർച്ചയായിട്ടും അഭിമാനകരമാണ്. അവരുടെ ഭാവി കുറച്ചും കൂടെ നന്നാക്കാൻ ഇത്തരത്തിലുള്ളൊരു വളർച്ച അത് എപ്പോഴും ഹെൽപ്പാകുന്നുണ്ട്. ഇനി 9ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളൊരു വാഹന നിർമ്മാണ കമ്പനി JSW MG മോട്ടോഴ്സ് ആണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. 2025 ഒക്ടോബർ മാസത്തിൽ 5754 യൂണിറ്റുകളാണ് അവർ വിറ്റത്. എന്നാൽ 2024 ഒക്ടോബറിൽ 5902 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇയർ ഓൺ ഇയർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2.5% കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഇവരുടെ വാഹന നിർമ്മാണ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഷെയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് നല്ല ഇലക്ട്രിക് കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനിരിക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ 6728 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ 2025 ഒക്ടോബറിലേക്ക് വരുമ്പോഴത്തേക്കും 5754 യൂണിറ്റാണ്. അപ്പോൾ റെനോയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറച്ചും കൂടി അഭിമാനകരമായിട്ട് 12.6% വളർച്ച വന്നു. പക്ഷേ ഇവിടെ JSW MG ഗ്രൂപ്പിന് 2.5% കുറവാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇയർ ഓൺ ഇയർ ആണ്. അതുമാത്രമല്ല സെപ്റ്റംബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1000 യൂണിറ്റിൻ്റെ കുറവ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ 8ാം സ്ഥാനത്തുള്ള ഹോണ്ട ഇന്ത്യൻ മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്യാണ്. വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 4 സിലിണ്ടർ എഞ്ചിൻ വിത്ത് ഹൈബ്രിഡ് ടെക്നോളജി, സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി അവർക്കുണ്ട്. എന്നാൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്ട്രോങ് ഹൈബ്രിഡിന് കാര്യമായിട്ടുള്ളൊരു സപ്പോർട്ട് ലഭിച്ചേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല ബ്രാൻഡുകൾ ഇന്ത്യയിൽ നിലനിൽക്കാൻ സ്ട്രഗിൾ ചെയ്യും. തീർച്ചയായിട്ടും ഹോണ്ട 2025 ഒക്ടോബർ മാസത്തിൽ 7168 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. സെപ്റ്റംബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഉയർച്ചയുണ്ട്. കാരണം സെപ്റ്റംബറിൽ 5303 യൂണിറ്റുകളാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 2000 യൂണിറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ 2000 യൂണിറ്റിനടുത്ത് ഒരു വളർച്ച തീർച്ചയായിട്ടും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇയർ ഓൺ ഇയർ 2024 ഒക്ടോബർ മാസത്തിൽ 7389 യൂണിറ്റുകളായിരുന്നു. എന്നാൽ 2025 ഒക്ടോബർ മാസത്തിൽ 7168 യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 3% ഒരു കുറവ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും ഹോണ്ട പോലെയുള്ള വളരെ മികച്ച ജാപ്പനീസ് പെഡിഗ്രിയുള്ള ബ്രാൻഡുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. 7ാം സ്ഥാനത്ത് സ്കോഡ ഫോക്സ്വാഗൺ ഗ്രൂപ്പാണ്. അവരുടെ കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിമാനകരമാണ്. അതായത് ഇയർ ഓൺ ഇയർ നോക്കുമ്പോഴത്തേക്കും 34.3% വളർച്ച അവർക്കുണ്ട്. 2025 ഒക്ടോബർ മാസത്തിൽ 12055 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. സെപ്റ്റംബർ മാസത്തിൽ 6636 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒക്ടോബർ മാസത്തിൽ അവർക്ക് ശരിക്കും ഒരു ബമ്പർ അടിച്ചു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് സ്കോഡ ഫോക്സ്വാഗൺ ഗ്രൂപ്പിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇനി 6ാം സ്ഥാനത്ത് കിയയാണ്. കിയ വളരെ മികച്ച ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന് വിത്തിൻ ഇയേഴ്സ് അവർ നല്ല രീതിക്കുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 2024 ഒക്ടോബർ മാസത്തിൽ 29,780 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ 9.9% വളർച്ചയോടുകൂടി 2025 ഒക്ടോബർ മാസത്തിൽ 32,738 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. മുൻ മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് സെപ്റ്റംബർ 2025 22,700 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കിയയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇയർ ഓൺ ഇയർ 9.9%. ഇനി 5ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ടൊയോട്ട ഇന്ത്യയാണ്. ടൊയോട്ട ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ
മാരുതിയുടെ ഒരു കരുണ കൊണ്ടാണെന്ന് പറയാം. കാരണം ഒരുപാട് വാഹനങ്ങൾ അവർ റീബാഡ് ചെയ്ത് വിൽക്കുന്നുണ്ട്. ടൊയോട്ട 2024 ഒക്ടോബർ മാസത്തിൽ 29,328 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ 2025 ഒക്ടോബറിലേക്ക് വന്നപ്പോഴത്തേക്ക് 34,548 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. ഇയർ ഓൺ ഇയർ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. 14.2% ഉയർച്ച അവർക്കുണ്ടായി. സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27,089 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ സെപ്റ്റംബറിലെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27,089 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏകദേശം 7,000 യൂണിറ്റിൻ്റെ വർധനവ് സെപ്റ്റംബറിൽ നിന്നും ഒക്ടോബർ മാസത്തിൽ വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. ഇതിനെല്ലാം കാരണം പുതിയ GST റിഫോംസ് തന്നെയാണ്. ഇനി 4ാം സ്ഥാനത്തേക്കുള്ള വാഹന നിർമ്മാണ കമ്പനി ഹ്യുണ്ടായി ആണ്. 2ാം സ്ഥാനത്ത് കിടന്ന വാഹന നിർമ്മാണ കമ്പനിയാണ് ഒരൊറ്റയടിക്ക് 4ാം സ്ഥാനത്തേക്ക് മാറി എന്നുള്ളതാണ്. 2025 ഒക്ടോബർ മാസത്തിൽ 65,048 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് 7.4% കുറവാണ്. ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് ഞാൻ പറഞ്ഞത്. 2024 ഒക്ടോബർ മാസത്തിൽ 70,171 യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2025 ഒക്ടോബർ മാസത്തിൽ 7.4% കുറവ് സംഭവിച്ച് 65,048 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത്. എന്നാൽ സെപ്റ്റംബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഗ്രോത്ത് ഉണ്ട്. സെപ്റ്റംബറിൽ 51,547 യൂണിറ്റുകളാണ് അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി 3ാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. അവരുടെ ഇലക്ട്രിക് വിപ്ലവം എന്ന് പറയുന്നത് മാഗ്നിഫിസൻ്റ് ആണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വളർച്ചയാണ് ഈ ഒരു ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിക്കുള്ളത്. മഹീന്ദ്രയാണ്. മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി 2024 ഒക്ടോബർ മാസത്തിൽ 61,544 യൂണിറ്റുകൾ വിറ്റെങ്കിൽ 2025 ഒക്ടോബർ ആയപ്പോഴത്തേക്കും, അതായത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 9.58% ഒരു വളർച്ച അവർ കാണിച്ചു. 67,442 യൂണിറ്റുകളായിട്ട് അവരുടെ സെയിൽ യൂണിറ്റ് ഉയർന്നു എന്നുള്ളതാണ്. ഇനി സെപ്റ്റംബറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 സെപ്റ്റംബറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 56,233 യൂണിറ്റുകളാണ്. അപ്പോൾ ഒക്ടോബറിലേക്ക് വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇനി 2ാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനി, ശരിക്കും 3ാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനിയെ ഭയന്നുകൊണ്ടാണ് ഈ 2ാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനി നിൽക്കുന്നത്. ടാറ്റ മോട്ടോഴ്സാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ 2024 ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒക്ടോബർ മാസത്തിലെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 59,241 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ 2025 ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്കും 73,879 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇയർ ഓൺ ഇയർ 12.7% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി സെപ്റ്റംബർ മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 സെപ്റ്റംബർ മാസത്തിൽ 59,667 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടാറ്റ മോട്ടോഴ്സിന് അവരുടെ സെയിൽസിൻ്റെ കാര്യത്തിൽ നല്ല രീതിക്കുള്ളൊരു വർധനമുണ്ട്. തീർച്ചയായിട്ടും സർവീസും കൂടെ അവരൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ബ്രാൻഡിൽ മികച്ചു നിൽക്കുന്ന ക്വാളിറ്റിയുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനിയായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഉയർന്നു വരും. 1ാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനി ഒരു സംശയവുമില്ല മാരുതി സുസുക്കി തന്നെയാണ്. 2,38,991 യൂണിറ്റുകളാണ് 2025 ഒക്ടോബർ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. GSTയുടെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ലഭിച്ചൊരു വാഹന നിർമ്മാണ കമ്പനി മാരുതി സുസുക്കി തന്നെയാണ്. മാരുതി സുസുക്കിയുടെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറു കാറുകൾ അവർക്ക് ഒരുപാടുണ്ട്. കാരണം 4 മീറ്ററിന് താഴത്തേക്കുള്ള വാഹനങ്ങൾ ഒരുപാട് അവർക്കൊരു അഡ്വാൻറ്റേജ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിൽ 1,32,820 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇയർ ഓൺ ഇയർ ഒരു സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17.4% വർധനവ് അവർക്കുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.